റേഡിയോ മാഗസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ അബ്ദുസലാം. അദ്ദേഹം ഒരു പ്രശസ്തനായ സൈക്യാട്രിസ്റ്റാണ്, പിന്നൊരു സെക്ഷുവൽ ഹാപ്പിനെസ് കോച്ചും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ബുക്കിൽ വന്ന ഒരു ലേഖനമില്ലേ, അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ അത് ശ്രദ്ധേയമാണ്. എയിംസിൽ നിന്നാണ് MBBS കഴിഞ്ഞത്. അതിനുശേഷം ബംഗളൂരുവിലെ നിംഹാൻസിലെ അത്രയും പ്രശസ്തമായ സ്ഥാപനം, അവിടുന്നാണ് സൈക്യാട്രിയിൽ MD എടുത്തത്. നിംഹാൻസ്, അതെ, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അതെ. ഇപ്പോ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ, പോസിറ്റീവ് റിവ്യൂകൾ കിട്ടിയിട്ടുള്ള ഡോക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം. അത് കൊള്ളാം. അതുതന്നെ അദ്ദേഹത്തിന്റെ ഒരു കഴിവും ആളുകളോടുള്ള സമീപനവുമൊക്കെ വ്യക്തമാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മനഃശാസ്ത്ര രംഗത്ത്. ശരിയാണ്, ആ ഒരു അംഗീകാരം അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ലേഖനത്തിലേക്ക് കടക്കാം. ബ്രാൻഡ് ബുക്ക് മാഗസിനിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു ലേഖനം വന്നിരുന്നു. ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റും കൺസെപ്റ്റ് ഡെവലപ്പറുമായ ജാഫർ എടക്കര ഡോക്ടറുമായി നടത്തിയ ഒരു അഭിമുഖം, അതിനെ അടിസ്ഥാനമാക്കിയാണ് ആ ലേഖനം. ഡോക്ടർ അബ്ദുസലാം ഇതിലൂടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അതായത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ സന്തോഷം, പിന്നെ പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ആരോഗ്യം, അതിൽ തന്നെ ലൈംഗിക സംതൃപ്തിയുടെ പങ്ക്, ഇതൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു ടാഗ്ലൈൻ തന്നെയുണ്ട്, സംതൃപ്തകരമായ യഥാർത്ഥ സന്തോഷത്തിന്റെ താക്കോൽ എന്ന്. അതെ അതെ, അതുതന്നെ ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രാൻഡ് ഇയർബുക്ക് പോലുള്ള സംരംഭങ്ങൾ, ഇതുപോലുള്ള വിദഗ്ധരുടെ ചിന്തകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതും എടുത്തു പറയണം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബന്ധങ്ങളിലെ സന്തോഷത്തെക്കുറിച്ചൊക്കെ ഒന്നുകൂടി ചിന്തിക്കാൻ ഒരു പ്രചോദനമായേക്കാം. തീർച്ചയായും. ഈ മാനസികാരോഗ്യവും അതുപോലെ ലൈംഗികാരോഗ്യവും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടതിന്റെ ആവശ്യം കൂടി വരികയാണിപ്പോൾ. പലപ്പോഴും നമ്മുടെ സമൂഹം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഒരല്പം മടി കാണിക്കും, അല്ലേ? അതെ, ഒരു മടിയുണ്ട്. പക്ഷെ വ്യക്തികളുടെയും ദമ്പതികളുടെയും ജീവിതത്തെ ഒരുപാട് ആഴത്തിൽ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണിത്. അപ്പോൾ ഡോക്ടർ അബ്ദുസലാമിനെ പോലെ പറഞ്ഞല്ലോ, എയിംസ്, നിംഹാൻസ് ഒക്കെ കഴിഞ്ഞ അനുഭവ പരിചയമുള്ളൊരു സൈക്യാട്രിസ്റ്റ് സംസാരിക്കുമ്പോൾ അതിന് കൂടുതലൊരു വ്യക്തത കിട്ടും. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിൽ ഇപ്പോഴുമുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. ഈ ബ്രാൻഡ് ബുക്കിലെ ലേഖനം അത്തരമൊരു സംഭാഷണത്തിന് ഒരു തുടക്കം കുറിക്കുന്നു എന്നത് എന്തായാലും നല്ല കാര്യമാണ്. അതെ, തുടക്കത്തിൽ തന്നെ ഡോക്ടർ ആ പ്രധാനപ്പെട്ട ആശയം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ സന്തോഷം നിർണയിക്കുന്നത് പങ്കാളിയുമായുള്ള ബന്ധത്തിന്റെ ആരോഗ്യമാണ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നാം, പക്ഷെ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. നമ്മുടെ ഒരു വ്യക്തിപരമായ സംതൃപ്തിയും പങ്കാളിയുമായിട്ടുള്ള ആ ഒരു ലൈംഗിക സന്തോഷവും തമ്മിൽ ഒരു പൊക്കിൽക്കൊടി ബന്ധം തന്നെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്. ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഒരു മൂഡ്, നമ്മുടെ കോൺഫിഡൻസ്, ജീവിതത്തെ കാണുന്ന രീതി, ഇതിനെയൊക്കെ പങ്കാളിയുമായുള്ള അടുപ്പം, ശാരീരികമായാലും വൈകാരികമായാലും, അതെത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? അതൊരു പ്രധാന ചോദ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് ഈ ബന്ധം നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നത് എന്നതിലേക്ക് ഡോക്ടർ ഈ ലേഖനത്തിൽ വിരൽ ചൂണ്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാചകം എടുത്തു പറയേണ്ടതാണ്: ലൈംഗികതയെ ശാരീരികമായി മാത്രം കാണുന്നത് തെറ്റാണ്. അതെ, ഇവിടെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത്. സെക്സിനെ ഒരു ശാരീരിക ആവശ്യം തീർക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് കാണുന്നു. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. അത് നമ്മുടെ മാനസികാരോഗ്യവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരാളുടെ ആത്മാഭിമാനം, പങ്കാളിയോടുള്ള ഒരു വൈകാരിക അടുപ്പം, പരസ്പരം സംസാരിക്കാനുള്ള കഴിവ്, ഒരു സുരക്ഷിതത്വബോധം, ഇതെല്ലാം ലൈംഗിക സംതൃപ്തിയെ സ്വാധീനിക്കും. അതുപോലെ തിരിച്ചും. മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ വിഷമങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് പങ്കാളിയുമായിട്ട് ശരിക്ക് സംസാരിക്കാൻ പറ്റാതെ വൈകാരികമായിട്ട് അകന്നു നിൽക്കുന്ന ഒരാൾക്ക് ശാരീരികമായി മാത്രം എങ്ങനെയാണ് പൂർണ്ണ സന്തോഷം കിട്ടുക? ശരിയാണ്. അതുകൊണ്ട് നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന അതേ പ്രാധാന്യത്തോടെ ലൈംഗികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെ ഒരുമിച്ച് കാണണം. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാം. ഒരു ബന്ധം ആരോഗ്യകരമായിരിക്കാൻ ഡോക്ടർ പറയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ഘടകങ്ങൾ ലേഖനത്തിൽ പറയുന്നത് വെച്ച് നോക്കിയാൽ, ഒന്നാമതായിട്ട് തുറന്ന ആശയവിനിമയം. അതാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, ആഗ്രഹങ്ങൾ, പേടുകൾ എന്തുതന്നെ ആയാലും അത് പങ്കാളിയുമായിട്ട് മറയില്ലാതെ സംസാരിക്കാനുള്ള കഴിവ്.
ശരിയാണ്. പിന്നെ പരസ്പര ബഹുമാനം, പങ്കാളിയുടെ അഭിപ്രായങ്ങളെ, അവരുടെ വികാരങ്ങളെ, അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ്, അതിലുകൾ, അതിനെയൊക്കെ മാനിക്കുക. വളരെ പ്രധാനം. മൂന്നാമതായിട്ട് ഒരുമിച്ച് പഠിക്കാനും വളരാനുമുള്ള ഒരു മനസ്സ്, റിലേഷൻഷിപ്പിനെക്കുറിച്ചും സെക്ഷ്വാലിറ്റിയെക്കുറിച്ചുമൊക്കെ പുതിയ കാര്യങ്ങൾ അറിയാനും അത് പ്രയോഗിക്കാനും തയ്യാറാകുക. നാലാമതായിട്ട് വൈകാരികമായ പിന്തുണ, നല്ല സമയത്തും മോശം സമയത്തും ഒരുപോലെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഇതെല്ലാം പ്രധാനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡോക്ടർ അബ്ദുസലാം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഈ പറഞ്ഞ ആദ്യത്തെ പോയിന്റിനാണ്, തുറന്ന ആശയവിനിമയം. അതെ അതെ, അതൊരു പക്ഷേ മറ്റെല്ലാറ്റിൻ്റെയും ഒരു ബേസായിരിക്കും അല്ലേ? തീർച്ചയായും. അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഈ ആശയവിനിമയത്തിന് തടസ്സമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡോക്ടർ പറയുന്നത്. മനസ്സുകളുടെ നിശബ്ദത. സൈലൻസ് ഓഫ് ദ മൈൻഡ്സ്. മനസ്സുകളുടെ നിശബ്ദത. എന്തുകൊണ്ടാണ് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഏറ്റവും അടുപ്പമുള്ള പങ്കാളിയോട് പോലും, തങ്ങളുടെ ലൈംഗികപരമായ ആവശ്യങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ ആശങ്കകളെപ്പറ്റിയോ തുറന്ന് സംസാരിക്കാൻ ഇത്ര മടി തോന്നുന്നത്? അതിന് ചോദ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. വളരെ സങ്കീർണമാണ്. ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ചെറുപ്പം മുതലേ ലൈംഗികതയെക്കുറിച്ച് കേൾക്കുന്നത് മോശം കാര്യമായോ ഒരു പാപമായോ ഒക്കെയാവാം. ശരിയാണ്. അപ്പം മനസ്സിലൊരു ഭയം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല, പങ്കാളി എന്തു വിചാരിക്കും, എന്നെപ്പറ്റി തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ. ചിലപ്പോൾ പണ്ടത്തെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പങ്കാളി എങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടി കൊണ്ടാവാം. ഈ നിശബ്ദത പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ ഉള്ളിലത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. തെറ്റിദ്ധാരണകളുണ്ടാക്കും, വൈകാരികമായി അകലം കൂട്ടും. പതിയെ പതിയെ ആ ബന്ധം തന്നെ ഒരുപക്ഷെ തകർന്നു പോയേക്കാം. ചെറിയ കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാതെ മനസ്സിലിട്ടു വെക്കുമ്പോഴാണ് അത് വലുതായി മാറുന്നത്. ഇതിലൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. അവിടെയാണ് ഈ ലൈംഗികത, ശാരീരിക സന്തോഷം എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള നമ്മുടെ സമൂഹത്തിന്റെ മടിയില്ലേ? അതെ. അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇതൊന്നും സംസാരിക്കാൻ കൊള്ളാത്ത വിഷയങ്ങളാണെന്നൊരു പൊതുധാരണയുണ്ട്. ഈ ഒരു മൗനം അതറിയാതെ തന്നെ ഒരുപാട് ദാമ്പത്യ ബന്ധങ്ങളെ വിഷമയമാക്കുന്നു, തകർക്കുന്നു എന്ന് ഡോക്ടർ അബ്ദുസലാം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. ശരിയാണ്. കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയധികം ആളുകൾ വിശ്വസിക്കുന്ന നിംഹാൻസ് പോലെയുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ അതെ, ഈ തെറ്റായ ധാരണകളെയും ഈ നിശബ്ദതയുടെ അപകടത്തെയും മാറ്റിയെടുക്കാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പറയുന്നു. അത് നല്ലൊരു കാര്യമാണ്. ഒരുപക്ഷേ ഈ ബ്രാൻഡിയർ ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഈ ലൈംഗികാരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംതൃപ്തിയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോഴേ ആളുകൾക്കിടയിൽ ഒരു അസ്വസ്ഥത, ഒരു മടി. തീർച്ചയായും. ആ ഒരു സാമൂഹിക മൗനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അത് കാണാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ആളുകൾക്ക് ലൈംഗികതയെക്കുറിച്ച് ശരിയായ ശാസ്ത്രീയമായ വിവരങ്ങൾ കിട്ടുന്നില്ല. ശരിയാണ്, അതാണ് വലിയ പ്രശ്നം. പകരം എവിടുന്നൊക്കെയോ കേട്ട അറിവുകളും തെറ്റുദ്ധാരണകളുമാണ് പ്രചരിക്കുന്നത്. ഇതാവശ്യമില്ലാത്ത പേടിയും ഉത്കണ്ഠയുമൊക്കെ ഉണ്ടാക്കുന്നു. രണ്ടാമതായി, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അതേക്കുറിച്ച് സംസാരിക്കാനോ ഒരു ഡോക്ടറെ കാണാനോ ആളുകൾക്ക് ഭയമാണ്. അതെ, നാണക്കേടാണ് പലർക്കും. നാണക്കേട്. ആളുകൾ എന്ത് വിചാരിക്കും, ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകള് അവരെ പിന്നോട്ടു വലിക്കുന്നു. ഈ അവസ്ഥ വ്യക്തികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു, അവരുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നു, ബന്ധങ്ങളെ മോശമാക്കുന്നു. തീർച്ചയായും. അപ്പോ ഇവിടെയാണ് ഡോക്ടർ അബ്ദുസലാമിനെ പോലുള്ളവരുടെ പ്രാധാന്യം വരുന്നത്. ആളുകൾക്ക് വിശ്വസിച്ച് തുറന്ന് സംസാരിക്കാൻ ഒരു ഇടം കൊടുക്കാൻ, ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കാൻ അദ്ദേഹത്തെ പോലുള്ള പ്രൊഫഷണലുകൾക്ക് സാധിക്കും. ആ നിംഹാൻസ് ഒക്കെ പോലെയുള്ള പരിശീലനം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ അടിവരയിടുന്നുമുണ്ട്. അതെ, അവിടെയാണ് ഡോക്ടർ അബ്ദുസലാമിന്റെ ആ ഒരു സെക്ഷുവൽ ഹാപ്പിനെസ് കോച്ച് എന്ന അധിക റോളില്ലേ, അതിന് പ്രാധാന്യം വരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലൈംഗിക ജീവിതം ഒരു യാത്രയാണെന്ന്. ഒരു യാത്ര. അത് നേരെ പോകുന്നൊരു വഴിയല്ല. അതിൽ ചിലപ്പോൾ കയറ്റങ്ങളുണ്ടാവാം, ഇറക്കങ്ങളുണ്ടാവാം, പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയേക്കാം, ചില വെല്ലുവിളികൾ നേരിടാം. ഈ യാത്രയിൽ ദമ്പതികൾക്ക് പരസ്പരം നന്നായി മനസ്സിലാക്കാൻ, അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പേടികളുമൊക്കെ തുറന്നു പറയാൻ, അതെ, അങ്ങനെ കൂടുതൽ ആഴത്തിലുള്ള സംതൃപ്തമായൊരു ബന്ധത്തിലേക്കെത്താൻ സാധിക്കും.
ഒരു കോച്ച് എന്ന നിലയിൽ ഡോക്ടർ ചെയ്യുന്നത് ഈ യാത്രയിൽ അവർക്ക് വഴികാട്ടുക, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ശരിയാണ്. ഇതൊരു അസുഖത്തിനുള്ള ചികിത്സ എന്നതിനേക്കാൾ വ്യക്തികളെയും ദമ്പതികളെയും അവരുടെ ആ ലൈംഗിക സന്തോഷം വീണ്ടെടുക്കാനും അത് മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡോക്ടറുടെ ബ്രാൻഡ് ബുക്കിലെ ഈ ലേഖനം തന്നെ അദ്ദേഹത്തിന്റെ ഈയൊരു സമീപനത്തെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെ. എയിംസ് നിംഹാൻസ് പശ്ചാത്തലമുള്ള ഒരാള് ഇങ്ങനൊരു കോച്ചിംഗ് റോളിലേക്ക് വരുന്നത് ഈ മേഖലയ്ക്ക് കൂടുതലൊരു സ്വീകാര്യത നൽകാനും സഹായിക്കും. വളരെ ശരിയാണ്. അതോടൊപ്പം തന്നെ ലേഖനത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നൊരു ഉപദേശം അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്താണത്? തങ്ങളുടെ ബന്ധത്തിലോ ലൈംഗിക ജീവിതത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട. ഒരു മനഃശാസ്ത്രജ്ഞന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ മനസ്സുകളുടെ ആരോഗ്യം തന്നെയാണ് ഒരു വ്യക്തിയുടെയും ഒരു ബന്ധത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്ത്. വളരെ ശരിയാണ്. ഏറ്റവും വലിയ സമ്പത്ത്. ഇതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. കാരണം ആളുകൾക്ക് ശാരീരികമായ അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ ഒരു മടിയുമില്ല. ഇല്ല. പക്ഷെ മാനസികമായതോ അല്ലെങ്കിൽ ലൈംഗികമായതോ ആയ വിഷയങ്ങൾക്ക് ഒരു വിദഗ്ധനെ കാണാൻ വലിയ മടിയാണ്. അതെ, അതൊരു കുറച്ചിലായിട്ടാണ് പലരും കാണുന്നത്. അതെ, അതൊരു മോശം കാര്യമാണെന്നൊക്കെയാണ് ധാരണ. പക്ഷെ അതല്ല സത്യം. ശരീരത്തിന് ചികിത്സ വേണ്ടിവരുന്നതുപോലെ മനസ്സിനും ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമായി വരും. അങ്ങനെ സഹായം തേടുന്നതൊരു കുറവല്ല. അത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും എത്ര ഗൗരവമായി കാണുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അതൊരു ശക്തിയുടെ അടയാളം കൂടിയാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാമല്ലേ? ഓക്കെ. ഡോക്ടർ അബ്ദുസലാമിന്റെ ബ്രാൻഡ് ബുക്കിലെ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ മാനസിക സന്തോഷം, പങ്കാളിയുമായുള്ള ബന്ധം, ലൈംഗിക സംതൃപ്തി ഇതെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതെ, പരസ്പരം ബന്ധമുണ്ട്. ഒന്ന് നന്നായാൽ മറ്റേതും നന്നാവും. ഒന്നിൽ പ്രശ്നം വന്നാൽ അത് മറ്റുള്ളവയും ബാധിക്കും. ഈ ബന്ധം ആരോഗ്യത്തോട് കൊണ്ടുപോകാൻ തുറന്ന സംസാരം, പരസ്പരം ബഹുമാനിക്കൽ ഇതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ ലൈംഗികതയെയും മാനസികാരോഗ്യത്തെയും കുറിച്ചുള്ള പേടികളും സമൂഹത്തിന്റെ ആ ഒരു മൗനവും ഒക്കെ മാറ്റിവെക്കണം. ആവശ്യമെങ്കിൽ ഒരു മടിയും കൂടാതെ വിദഗ്ധ സഹായം തേടണം. തീർച്ചയായും. എയിംസ് നിംഹാൻസ് പോലെ ഉയർന്ന യോഗ്യതകളും ഇത്രയധികം നല്ല പ്രതികരണങ്ങളും നേടിയ ഡോക്ടർ അബ്ദുസലാമിന്റെ ഈ കാഴ്ചപ്പാടുകൾ ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലെയും ബന്ധങ്ങളിലെയും സന്തോഷത്തെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ബ്രാൻഡ് ബുക്ക് പോലെയുള്ളവ ഇത്തരം അറിവുകൾ നമുക്ക് തരുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ലേഖനത്തിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ചിന്ത കൂടി മുന്നോട്ട് വയ്ക്കാനുണ്ട്. എന്താണത്? ലേഖനത്തിൽ ഡോക്ടർ പറഞ്ഞ ആ മനസ്സുകളുടെ നിശ്ശബ്ദതയില്ലേ, വ്യക്തിപരമായിട്ട് നമ്മുടെ പങ്കാളിയുമായി കൂടുതൽ തുറന്ന് സംസാരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, കുടുംബത്തിൽ ഈ മാനസികവും ലൈംഗികവുമായ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ജാള്യതയുമില്ലാതെ വളരെ ആരോഗ്യകരമായ സംഭാഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? നല്ല ചോദ്യമാണ്. ലൈംഗിക സന്തോഷത്തെ വെറുമൊരു ശാരീരിക കാര്യമായി കാണാതെ നമ്മുടെയെല്ലാം ഒരു മൊത്തത്തിലുള്ള സന്തോഷത്തിനും ആരോഗ്യത്തിനും ആവശ്യമുള്ളൊരു ഘടകമായിട്ട് സ്വാഭാവികമായി കാണാൻ ഇത്തരം തുറന്ന സമീപനങ്ങൾ നമ്മളെ സഹായിക്കില്ലേ? ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാനും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനും ഈ വിശകലനം നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.